ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന് ഇന്നൊരു സാറ്റർഡേ മോർണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലേറ്റായിട്ട് എണ്ണീറ്റാൽ മതി. രാവിലെ തന്നെ സ്കൂളിലെയും മറ്റു ജോലി തിരക്കുകളൊന്നുമില്ല. രാവിലെ ഞാൻ എൻ്റെ ചെടികളൊക്കെ നോക്കുമായിരുന്നു. പൂക്കളൊക്കെ ഇട്ട് വരുന്നുണ്ട്. സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ ചെടികളൊക്കെ നല്ലതായിട്ട് പൂക്കും. അപ്പോൾ ഞാൻ പുതിയതായിട്ടൊക്കെ വെച്ച ചെടികളാണ്. അങ്ങനെ ആദ്യം തന്നെ ചായ ഇടാനാണ് ഒരുങ്ങിയത്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റിലോട്ടാണ് കടന്നത്. ഞാൻ ഓൾറെഡി കറിയൊക്കെ തലേന്ന് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച. അതുകൊണ്ട് അപ്പമാണ് ഉണ്ടാക്കിയത്. കടലക്കറി ഞാൻ വെള്ളിയാഴ്ച വൈകിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം സാധാരണ സാറ്റർഡേയ്സ് കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് എണീക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ എണീറ്റ് വരുമ്പം അവർക്ക് വിശക്കും. അപ്പോൾ കടലക്കറിയും അപ്പമാണിന്ന് കഴിച്ചത്. അതിനുശേഷം ഇന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും വെക്കാനാണ് പ്ലാൻ. ഉച്ചക്കത്തേക്ക് ഞാൻ അരിയൊക്കെ ഊറ്റി ചിക്കൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്ത് അരച്ച് വരട്ടി ഞാൻ തലേന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് മൊരീച്ചൊന്നും എടുത്തില്ല. ഇതൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഒന്ന് കറി വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ്റെ പീസൊക്കെ അത്യാവശ്യം വലുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാനായതുകൊണ്ട് തന്നെ. അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇത് തിരിച്ച് മറിച്ചിട്ട് ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതേ പാത്രത്തിലോട്ടാണ് ഞാൻ കറി ഉണ്ടാക്കിയത്. വളരെ എളുപ്പത്തിലുള്ളൊരു ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുത്തു. ഇത് നല്ലതായിട്ട് ഫ്രൈ ആക്കി എടുത്തും കറി വെക്കാം. ഞാൻ ഒരുപാട് ഹാർഡായിട്ട് ഫ്രൈ ചെയ്തില്ല. കുറച്ച് സോഫ്റ്റ് ജ്യൂസി ആയിട്ട് തന്നെയാണ് എടുത്തത്. അന്നേരമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരുവത്തിലെടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ചുകൂടി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതുമാണ്. ചിക്കനിൽ വെള്ളമെല്ലാം വറ്റി ഒന്ന് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു പാനിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ പാത്രമൊക്കെ ഒരുപാട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വാഷ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഞാൻ ഇതേ പാത്രത്തിലോട്ട് തന്നെ എടുക്കുകയാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ ചിക്കൻ മസാലയിലോട്ട് തന്നെ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇതിലെ മസാലയെല്ലാം ഞാൻ കോരി എടുത്തതിന് ശേഷം കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു. അതിന് ശേഷം ആദ്യമായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇട്ടത്. നമുക്ക് പട്ടയൊക്കെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഈ ഒരു സ്റ്റേജിൽ ഇടാവുന്നതാണ്. ഞാൻ പക്ഷേ ഉള്ളി വഴറ്റിയതിന് ശേഷമാണ് അത് ഇട്ടത്. കാരണം ഇതിനകത്ത് ഓൾറെഡി മസാലയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ചേർത്തു. അതിന് ശേഷം സവാളയും കൂടെ ചേർത്ത് വഴറ്റിയെടുത്തു. അപ്പോൾ ഈ മസാലകളൊക്കെ അതിലേക്ക് ചേർന്നോളും. പിന്നെ നമ്മുടെ പാത്രത്തിൽ അങ്ങനെ കരിഞ്ഞിരിക്കത്തില്ല സവാള ഇതിനകത്തിട്ട് വഴറ്റിയെടുക്കുമ്പോൾ. സവാള നല്ല നീളത്തിലാണ് കട്ട് ചെയ്ത്. തിന്നായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇതിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണയും കൂടി ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. വഴന്ന് വരുന്നതിന് ശേഷം നമുക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ലതായിട്ട് ഇത് വഴന്ന് വരണം. തീ ചെറിയ തീയിൽ വെക്കാൻ ഓർക്കും. സവാള വഴന്ന് വന്നപ്പോഴത്തേക്ക് ഞാനിതിലേക്ക് തക്കാളിയാണ് ചേർത്തത്. ഞാൻ മീഡിയം സൈസിലുള്ള ഒരു 3 സവാള വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു തക്കാളിയെ ചേർത്തിട്ടുള്ളൂ. നല്ല വലുപ്പമുള്ളൊരു തക്കാളിയാണ് ഞാൻ ചേർത്തത്. ചെറുതാണെങ്കിൽ 1.5 തേക്കാവുന്നതാണ്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ കാണാൻ പറ്റും നമ്മൾ അതിനകത്ത് മസാലകളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് 2 കഷ്ണം പട്ടയും 2 ഗ്രാമ്പും ഒരു തക്കോലും ഒന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സും കൂടി ചേർത്തിട്ടുണ്ട്. കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇത് കാഷ്യൂനട്ട്സ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ്. എനിക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയുള്ള ചിക്കൻ കറിയിൽ കാഷ്യൂനട്ടൊക്കെ ഇടുമ്പം നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കാഷ്യൂനട്ടും കൂടി ചേർത്ത് അതിനുശേഷം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടി ചേർക്കാം. ഏകദേശം 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഞാനിതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷമാണ് ഇതിലേക്ക് ഞാൻ മുളക് പൊടി എടുത്ത് കൊടുത്തത്. ഞാനിവിടെ എരിയില്ലാത്ത മുളക് പൊടിയാണ്, കുറേശ്ശെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി എരിയില്ലാത്തത് ചേർത്തിട്ടുണ്ട്. എരിയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചേർത്താൽ മതിയാവും. ഇത് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്.
ഈ സമയത്ത് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ സാധാരണ നമ്മുടെ ഗരം മസാലയാണ് ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി ചേർത്ത് കൊടുത്ത് അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എരി വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഒരുപാട് എരി ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ഒന്നും ചേർത്തില്ല. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ വെള്ളം ഒന്നുകൂടെ ഒന്ന് കുറുകി വരണം, അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചത്. ഈ ചിക്കനിലേക്ക് നല്ലതായിട്ട് ഗ്രേവി എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ആ ചിക്കനും ഗ്രേവിയും തമ്മിൽ നല്ലതായിട്ട് മിക്സ് ആവും. നമ്മുടെ കറി ഇവിടെ റെഡി ആവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇങ്ങനെ വറുത്ത ചിക്കൻ കറി ഉണ്ടാക്കുമ്പം ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പം ഇത് നമ്മൾ നല്ലതായിട്ട് ഒന്ന് തിള വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ ചൈനീസ് സ്റ്റൈലിലൊന്നുമല്ല, സാധാരണ നാടൻ രീതിയിലാണ്. കുറച്ച് ഓയിൽ ഒഴിക്കുക, അതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ബീൻസും ആണ് ഇതിലേക്ക് എടുത്തത്. ആദ്യം തന്നെ 2 വെളുത്തുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞൊന്ന് ഇട്ട് കൊടുത്തു. അതിലേക്ക് പിന്നെ ക്യാരറ്റ് പിന്നെ ബീൻസുമാണ് ഇട്ട് കൊടുത്തത്. ഒരുപാട് പച്ചക്കറി ഒന്നും ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് കുറച്ച് യെല്ലോ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉള്ളിത്തണ്ടും കൂടി ഞാൻ ഇതിനോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെച്ചിട്ടുള്ള ചോറാണ് നമ്മളിതിലേക്ക് ചേർത്തത്. ഇതിലേക്ക് ഞാൻ സോസ് ഒന്നും ചേർത്തിട്ടില്ല. നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് സോസ് ഒന്നും ചേർക്കാതെ എടുത്ത് ഉപ്പും എണ്ണയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ കുഞ്ഞുങ്ങൾക്ക് വിളമ്പുവാണ്. അപ്പം അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ലഞ്ച്. അങ്ങനെ സാറ്റർഡേ നല്ല റിലാക്സ് ആയിട്ടിരുന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.